നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിന് ഏകദേശം ഒരു മാസം കൂടെ ഉള്ളൂ. എനിക്ക് സെക്കൻഡ് ഫേസിലാണ് എക്സാം. ഫസ്റ്റ് ഫേസിൽ പരീക്ഷയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മെയ് അവസാനം വരെയുള്ള ഒരു 5 ഡേയ്സിന് ടൈം ടേബിൾ ഏകദേശം തീർക്കാനുള്ള ഒരു 5 ടോപ്പിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 5 ഡേയ്സ് കൊണ്ട് എങ്ങനെ തീർക്കുമെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി കുറേയൊക്കെ നേരത്തെ തീർത്ത് വെച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ബാക്കിയും കൂടെ വായിച്ചാൽ തീർക്കാൻ പറ്റും. അപ്പോൾ അതാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നുണ്ട്, എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്, അതുപോലെ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, അതുപോലെ കേരള ഹിസ്റ്ററി നോക്കുന്നുണ്ട്, വേൾഡ് ജോഗ്രഫി നോക്കുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് വിചാരിച്ച് തീർക്കാൻ പറ്റുന്ന സബ്ജക്ട്സാണ്. അതുപോലെ നന്നായിട്ട് സ്കോറിങ്ങുമാണ് ഈ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പം കഴിഞ്ഞ ഈ ഡിഗ്രിയിലും നോക്കിയാൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കേരള ഹിസ്റ്ററിയിൽ നിന്ന് വൈകുണ്ഠസ്വാമിയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ എക്കണോമിക്സിൽ നിന്ന്. അപ്പം ഇത് ഷുവറായിട്ട് വരും എന്ന് ഉറപ്പുള്ള, അത് നമ്മൾ കൈവച്ചാൽ തീർക്കാൻ പറ്റും എന്ന ഫീലിംഗ് ഉള്ള ഒരു 5 സബ്ജക്ട്സാണ് എടുക്കുന്നത്. അപ്പം ഇനിയിപ്പം 30 ദിവസമുള്ളൂ. അപ്പോൾ ഭയങ്കര ഒരു സ്പെസിഫിക് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ആണ് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അപ്പോൾ ഓരോ ദിവസവും പഠിക്കാനുള്ള എന്ന് വെച്ച് ഞാൻ എടുക്കുന്നില്ല. കാരണം ചില ദിവസം മാത്രമേ എനിക്ക് ടൈം കിട്ടുന്നുള്ളൂ പകൽ സമയത്ത് പഠിക്കാനായിട്ട്. അതായത് ഞാൻ കുറച്ച് 2 ആഴ്ചയായിട്ട് എൻ്റെ സ്വന്തം വീട്ടിൽ പോയിരുന്ന് പഠിക്കാൻ, പകൽ സമയത്ത് പഠിക്കാനൊരു 5 hours കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം അതിനൊരു സാഹചര്യം ചിലപ്പം ചില ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന ദിവസം ഇത്ര പഠിച്ച് തീർക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം തീരത്തില്ല, ഉറപ്പായിട്ടും തീരത്തില്ല. അപ്പോൾ പിന്നെ ഒരു ഗിൽട്ട് അടിക്കും, പിന്നെ ഒരു ടെൻഷനാകും. അതുകൊണ്ട് ഞാൻ തീർക്കാൻ പറ്റുന്ന പോർഷൻസ് എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തീർക്കുന്ന അനുസരിച്ച്, എൻ്റെ സമയത്തനുസരിച്ച് തീർക്കുന്ന അനുസരിച്ച് തന്നെ ഞാൻ ടിക്കറ്റ് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും ഈ ഒരു മെയ്യോട് കൂടി, അത് ജൂണിൽ കയറുന്നതിന് മുന്നേ ഈ ഒരു 5 സബ്ജക്ട്സ് തീർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുവേണ്ടി രാത്രി മാക്സിമം ഇരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഭയങ്കര മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് മഴ പെയ്യുമ്പോഴത്തേക്കും കുഞ്ഞ് ഒച്ച കെട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് കൂടുതൽ സമയം നിൽക്കുന്നുണ്ട്. അപ്പം കറണ്ട് കാണത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, തണുപ്പ്, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അമ്മേന്നൊരു വിളി കേട്ടത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്നോട് ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ പഠിത്തം എന്തായി, എന്ത് കാര്യങ്ങളായി എന്നുള്ള കാര്യം പറയുക. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ ഒരു 5 ഡേയ്സിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം കുറച്ച് ഫോക്കസ്ഡായിട്ട് GK തന്നെ കുറച്ച് ഫോക്കസ്ഡായിട്ട് നോക്കാമെന്നാണ് ഓർത്തിട്ടാണ്. ബിക്കോസ് മാത്സ് ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജൂണിലേക്ക് കയറി കഴിഞ്ഞ് ജൂണിലുള്ള ഒരു 27 ഡേയ്സോളം ഉണ്ടല്ലോ. അപ്പോൾ ആ ഡേയ്സിൽ കുറച്ചും കൂടെ ഫോക്കസായിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇത്തവണത്തെ ഡിഗ്രി പ്രിലിം നോക്കിയാൽ തന്നെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ടൈം കിട്ടുന്നില്ല എന്നായിരുന്നു പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞത് ടൈം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചവരോടൊക്കെ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പം ഓരോ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമ്മുടെ ടെലഗ്രാമിൽ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് UPSCയുടെ PYQs കിട്ടും. UPSCയുടെ ചില PYQs ഒക്കെ ഇച്ചിരി പാടാണ്, അല്ലാതെ നമുക്ക് എന്നാലും കുറേയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ഏകദേശം 5 hours പഠിച്ചു. എന്നിട്ട് ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് നടന്ന് തിരിച്ചു പോകണം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.